തത്തമംഗലം ചാല മാരിയമ്മൻ ക്ഷേത്രത്തിൽ വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നിറവിൽ 7 ദിവസമായി നടന്ന മുളക്കൊട്ട് മുളപ്പാരി ഉത്സവത്തിന് സമാപന ദിനത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഉത്സവത്തിന്റെ ഭാഗമായത്. തമിഴ് ഭാഷയിലുള്ള പരമ്പരാഗത പാട്ടുകൾക്കൊപ്പം നടന്ന വട്ടക്കളിയിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ അമ്മമാർ വരെ പങ്കെടുത്തത് ആഘോഷത്തിന് വേറിട്ട നിറം പകർന്നു. ഉത്സവത്തിന്റെ അവസാന ദിവസം ക്ഷേത്ര പരിസരം ഭക്തജനങ്ങളാൽ നിറഞ്ഞു. തലമുറകളായി കൈമാറി വരുന്ന ആചാരത്തിന്റെ ഭാഗമായി ഭക്തർ കൂട്ടമായി വട്ടക്കളിയിൽ അണിനിരന്നു. തമിഴ് മൊഴിയിലുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് താളത്തിനൊത്ത് ചുവടുവെച്ചായിരുന്നു വട്ടക്കളി. കുട്ടികളും യുവാക്കളും മുതിർന്നവരുമടക്കം നിരവധി പേർ കളിയിൽ പങ്കെടുത്തു. സന്ധ്യ കഴിഞ്ഞതോടെ വട്ടക്കളിക്ക് കൂടുതൽ ആവേശമായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തതോടെ രാത്രി വൈകിയും കളികൾ തുടർന്നു. പുലർച്ചെ വരെ നീണ്ടുനിന്ന വട്ടക്കളി ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമായി. വിശ്വാസത്തിന്റെ ഭാഗമായ ആചാരത്തിനൊപ്പം തലമുറകളെ ഒരുമിപ്പിക്കുന്ന കൂട്ടായ്മയുടെ വേദി കൂടിയായി ആഘോഷം മാറി. 9 ധാന്യങ്ങളെ വെള്ളത്തിലിട്ട് അതിനെ ഇതാക്കി നല്ല പശുവിൻ്റെ ചാണകം നല്ലോണം പൊടിച്ച് അതിൽ വിത്ത് വിതച്ചിട്ട് അതിന് എല്ലാ ദിവസവും പൂജാരി അല്ലാണ്ട് വേറൊരാൾ ഉള്ളിൽ കയറാണ്ട് വെള്ളം കൊടുത്ത് അങ്ങനെ 7 ദിവസം വളർത്തുന്നതാണത്. ഈ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്, നാട്ടിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നടത്തുന്നതാണ്. ഈ 7ാമത്തെ ദിവസം ഈ കന്യകൾക്ക് വള എല്ലാം കൊടുത്ത് സമാധാനപ്പെടുത്തും. ഉച്ചയ്ക്ക് അതുമാതിരി പേച്ചി ദേവിയാണ് കാവലിരിക്കുന്നത് 7 ദിവസം. ആ 7ാം ദിവസത്തെ പേച്ചിക്ക് ഉച്ചയ്ക്ക് പാൽപ്പായസം വെച്ച് ഉത്തമത്തിന് പൂജ കഴിച്ച് എല്ലാ ദേശക്കാരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് പൂജ കഴിക്കും. ശോകനാശിനിയിൽ അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിക്കും. 7 ദിവസമായി നടന്ന ആഘോഷത്തിൽ വിവിധ സമുദായങ്ങളിൽപ്പെട്ട ഭക്തജനങ്ങൾ പങ്കെടുത്തു. ജാതി സമുദായ വ്യത്യാസങ്ങൾക്കപ്പുറം ഒരുമിച്ച് ആഘോഷത്തിൽ പങ്കാളികളായതോടെ മുളക്കൊട്ട് മുളപ്പാരി ഉത്സവം സാമൂഹിക ഐക്യത്തിന്റെ വേദി കൂടിയായി. വൈകുന്നേരത്തോടെയാണ് ഉത്സവത്തിലെ പ്രധാന ചടങ്ങായ നിമഞ്ജനം നടന്നത്. മാരിയമ്മയുടെ കുംഭവും മുളപ്പാരികളും ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ എഴുന്നള്ളിച്ച് ശോകനാശിനി പുഴയിൽ എത്തിച്ചു. തുടർന്ന് ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം ഇവ പുഴയിൽ നിമഞ്ജനം ചെയ്തു. മാരിയമ്മയുടെ കുംഭവും മുളപ്പാരികളും ശോകനാശിനി പുഴയിൽ നിമഞ്ജനം ചെയ്തതോടെ 7 ദിവസം നീണ്ടുനിന്ന മുളക്കൊട്ട് മുളപ്പാരി ഉത്സവത്തിനും സമാപനമായി. ഉത്സവത്തിന്റെ ഭാഗമായി രാത്രിയിൽ അന്നദാനവും സംഘടിപ്പിച്ചു. നിരവധി ഭക്തജനങ്ങൾ അന്നദാനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.